ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PicsArt. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി 3 ക്രിയേറ്റീവ് സ്റ്റോറി ഐഡിയാസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോറി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഈ PicsArtും ഇൻസ്റ്റാഗ്രാമും മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാം മാത്രം മതി നമുക്ക് സ്റ്റോറി ടാബ് എടുക്കാം. സ്റ്റോറി ടാബ് എടുത്തതിന് ശേഷം നിങ്ങൾ ലേഔട്ട് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് അതിൽ 3 ഫോട്ടോസ് ലേഔട്ടുള്ള ആ ഇത് ക്ലിക്ക് ചെയ്യുക. 3 ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ലേഔട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് മൂഡി ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഫസ്റ്റ് സ്റ്റോറി ടെംപ്ലേറ്റിന് ഞാൻ കുറച്ച് മൂഡി ആയിട്ടുള്ള കുറച്ച് ട്രാവൽ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലത്തെ ഫോട്ടോസ് ആഡ് ചെയ്യാം. ഞാൻ 3 മൂഡി ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഫോണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിലെ ലാസ്റ്റ് ഫോണ്ട് നിങ്ങൾക്ക് കാണാം. സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഫോണ്ട് ആയിരിക്കും. ആ ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ലാസ്റ്റത്തെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചെയ്തത് ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് 2 ലെറ്റർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് 2 തവണ നിങ്ങൾ സ്പേസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ അടുത്ത ലെറ്റർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് 2 തവണ സ്പേസ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഈ സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു അടിപൊളി മൂഡി ക്രിയേറ്റീവ് സ്റ്റോറിയാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ മൂഡി ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി ഇടാൻ ഇത് ഭയങ്കര അടിപൊളിയാണ്. വെറും ഇൻസ്റ്റാഗ്രാം മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം ഇതിൻ്റെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റോറിയിലേക്ക് പോവുകയാണ്. സെക്കൻഡ് സ്റ്റോറി യൂസ് ചെയ്യാൻ നമുക്ക് PicsArt ആവശ്യമാണ്, പിന്നെ ഒരു ഫോണ്ടും ആവശ്യമാണ്. ഫോണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ലേഔട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് നമ്മൾ 3 ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തു, എന്നിട്ട് ഇത് ടിക്ക് ചെയ്തു റീസൈസ് ചെയ്തിട്ട് നമുക്ക് ടിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ 3 ഫോട്ടോസുള്ള ലേഔട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് സേവ് ചെയ്യണം. ഇനി ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് ഈ ഫോട്ടോ നമ്മൾ PicsArt ഓപ്പൺ ചെയ്യാം. PicsArt ആപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ടെലിഗ്രാം ചാനൽ ഈ ഫോണ്ട് ഉണ്ട്. ഈ ഫോണ്ട് ചേസിങ് എംബേഴ്സ് എന്നാണ് ഫോണ്ടിൻ്റെ പേര്. ഈ ഫോണ്ട് ആഡ് ചെയ്യുക. ഈ ഫോണ്ട് ആഡ് ചെയ്യാൻ അറിയാത്തവർ, PicsArtലേക്ക് ആഡ് ചെയ്യാൻ അറിയാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഫോണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും PicsArtൽ നിന്ന്. അപ്പോൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് അത് ടിക്ക് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യാവുന്നതാണ് ഈ സ്റ്റോറി. അപ്പോൾ ഫോണ്ട് എങ്ങനെയാണ് PicsArtലേക്ക് ആഡ് ചെയ്യാൻ അറിയാത്തവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. PicsArtലേക്ക് ഫോണ്ട് ആഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. നമ്മുടെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റോറിയിലേക്ക് എടുക്കുകയാണ്. തേർഡ് സ്റ്റോറിയും സെയിം പ്രോസസ്സാണ്. നമുക്ക് ലേഔട്ട് 3 ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഫോണ്ടും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ചാനൽ വീഡിയോ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റോറിയിലുള്ള ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. തേർഡ് സ്റ്റോറി നിങ്ങൾ ഒരേ സമയത്ത് എടുത്ത ഫോട്ടോസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് ഒരു സ്റ്റോറി പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സിനിമാറ്റിക് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് സീക്വൻസ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എടുത്ത 3 വേറെ ടൈപ്പ് ഫോട്ടോസ് ആഡ് ചെയ്ത് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് നമുക്ക് PicsArt ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടർലിസ്റ്റ് എന്ന് പറയുന്ന ടെംപ്ലേറ്റാണിത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഈ ഫോണ്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ബ്രീത്തിങ് എന്നാണ്. ഈ ഫോണ്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ വെക്കുക. നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണമെങ്കിൽ വെക്കാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഫോണ്ട് എടുത്തിട്ട് സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ 3 ക്രിയേറ്റീവ് സ്റ്റോറീസാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.